കൊച്ചേട്ടന്റെ കട്ട്. പറന്നു പറന്നു വരുന്നുണ്ട് പിറന്നാളിന്റെ കലകൾ. പ്രിയ DC-യിലെ കൂട്ടുകാരെ, അന്ന് രാത്രിയിലാണ് ആശുപത്രിയിലേക്ക് പോയത്. പ്രകാശിൽ നിന്ന് തങ്കമണി വരെ പലരും ചേർന്ന് കട്ടിലിൽ അമ്മയെ ചുമന്നു കൊണ്ടുപോയി. തങ്കമണിയിൽ നിന്നും കാൽവരി മൗണ്ടിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴുണ്ട് പെരുമഴ. വര ഇന്നത്തെ പോലെയൊന്നുമല്ല, വെറും ചെമ്മൺ പാറ. മഴ പെയ്യുമ്പോൾ ചെളി കുരഞ്ഞ മൺപാതയിലൂടെ ജീപ്പ് കയറാൻ കൂടെ വന്നവർ ജീപ്പിൽ നിന്നിറങ്ങി തള്ളും. അങ്ങനെ രണ്ട് മൂന്ന് കിലോമീറ്ററുകൾ പെരുമഴയത്തു വണ്ടി തള്ളി കാൽവരി മൗണ്ടിലെത്തിച്ചത്. അവിടെ നിന്ന് കട്ടപ്പന സെന്റ് ജോൺസ് മിഷൻ ആശുപത്രിയിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോഴേക്കും അമ്മച്ചിക്ക് പ്രഷർ കൂടി, ശരീരം കോച്ചിപ്പോയി. 2 മണിക്കൂർ കൊണ്ട് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കില്ല. പിന്നെ ദൈവം തമ്പുരാനെന്നു വിളിച്ചോൾ പോക്കാണ്. അന്ന് കേക്ക് റോഡ് ഇന്നത്തെ പോലെയല്ല, വളവും തിരിവും കുണ്ടും കുഴിയുമാണ്, വീതി തീരെ കുറവും. അങ്ങനെ പറന്നു പോകുമ്പോൾ അമ്മയുടെ ബോധം പോയി. എല്ലാവരും ജീപ്പിലിരുന്നു നിലവിളിച്ചു, കൊണ്ട ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതാ ഒരു വലിയ പാണ്ടി ലോറി വലിയ തടികളുമായി ഇരഞ്ഞിരഞ്ഞു നീങ്ങുന്നു. ജീപ്പിന് ഓവർടേക്ക് ചെയ്യാനുമാവുന്നില്ല. ആകെ ടെൻഷൻ. കൂട്ടക്കഴിച്ചിൽ കുറെ കഴിഞ്ഞാണ് കേറി പോകാൻ പറ്റിയത്. അങ്ങനെ ഒരു തരത്തിൽ മുണ്ടക്കയത്തെത്തി. അവസാന ഓപ്പറേഷൻ കൂടാതെ പ്രസവം. അന്നേരമാണ് അറിഞ്ഞത് ഇരട്ട കുട്ടികളാണെന്ന്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാണ്. പ്രിയ കൂട്ടുകാരെ, ഇത്രയും വായിച്ചപ്പോൾ ഇതെന്തു കഥയാണ്? ഇതാരുടെ കഥ?
പാടില്ല. നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കാൻ നിങ്ങളുടെ ജീവിതം സന്തോഷഭരിതമാകാൻ നിങ്ങൾ അറിയണം. മാതാപിതാക്കളും മറ്റുള്ളവരും ഏറ്റെടുത്ത കണക്കില്ലാത്ത കഷ്ടപ്പാടുകൾ ഓർമ്മയെയാണ് നമ്മിൽ വിളിക്കുന്നത്. വളരുമ്പോൾ നമ്മൾ പിറവി നൽകിയവരെ മറന്നേക്കാം, എന്നാൽ അവർ മറക്കില്ല. നമ്മുടെ പിറവിക്ക് നമ്മൾ അറിവിനും സുബോധത്തിനും മുമ്പ് കാട്ടിക്കൂട്ടിയ അസഹനീയമായ സകല വിക്രിയകളും അവ ഒരിക്കലും മറക്കില്ല. ഇന്ന് അച്ചാച്ചൻ മരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളും ഒന്നാമത്തെ ഹാപ്പി ബർത്ത്ഡേയുടെ ഓർമ്മകൾ പിറന്നു വരുന്നുണ്ട്. ഇന്ന് ദിനത്തിലെ കാറ്റലകളിൽ പോലും മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം. നിങ്ങളുടെ ജനത്തിന്റെ ജീവിതത്തിന്റെയും കഥകൾ ഇന്നു തന്നെ ചോദിച്ചറിയാൻ തുടങ്ങുക. അത് കേൾക്കാൻ സമയം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങളെങ്ങനെ ഇന്നത്തെ നിങ്ങളായെന്ന്. ആ അറിവാണ് മക്കളെ ജീവിതത്തിന്റെ നിറവ്. ആശംസയോടെ സ്വന്തം കൊച്ചേട്ടൻ.